ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിച്ചു, കുറച്ച് ഏലക്ക ചതയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ അടുത്തൊരു. അപ്പം ഇതിലോട്ട് നമ്മൾ ഏലക്ക നമ്മളൊന്ന് പൊട്ടിച്ചവിടെ. ഏലക്കൻ്റെ സ്മെല്ല് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശം ഇല്ല. ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് നമ്മളൊരു 4 വലിയ ക്യാരറ്റ് എടുക്കണ്ടേ. ഉണ്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സാകാൻ കുറച്ച് പാടാണ്, എന്നാലും മെല്ലെ 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 ഇങ്ങനെ ഇളകി കൊടുത്താൽ മിക്സ് ആയിക്കോളും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്യാരറ്റ് ഉണ്ടാക്കുന്നത്. സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ആയില്ലെങ്കിൽ എന്താക്കും നമ്മൾ ക്യാരറ്റ് പായസമാക്കും അല്ലേ? അല്ലേ പിന്നെ ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ക്യാരറ്റുകൾ തന്നെയാണ് അവിടെ. അപ്പോൾ ക്യാരറ്റും ചൂടായി വരുന്നുണ്ട്. ചൂടാകുമ്പോൾ തന്നെ സ്മെല്ലെല്ലാം ഉണ്ട്. ക്യാരറ്റിൻ്റെ സ്മെല്ലാണ് മുന്നേ നിൽക്കുന്നത്. ഏലക്കൻ്റെ ടേസ്റ്റ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ കിട്ടുമായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കും. ഓക്കെ, നമുക്കപ്പം ഒന്ന് വേവാനായിട്ട് കുത്തി വെക്കാം. ഓക്കെ, എന്ത് വെക്കാം? അടച്ചു വെക്കാം. എന്ത് ഭാഷയാ? കണ്ണൂർ ഭാഷയാണ് ഇപ്പോൾ പറഞ്ഞത്. കണ്ണൂർ ഭാഷ. കുത്തി വെക്കാം, കൊത്തിയല്ല, അടിച്ചു വെക്കാം. ഓക്കെ, അടച്ചു വെക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ 1000 ലോ ഫ്ലെയിം 1000 വെച്ചിരിക്കുന്നത്. ചൂടാവുകയും ചെയ്യും, വേവുകയും ചെയ്യും. ഓക്കെ, കാറ്റിൽ നിറങ്ങുന്ന വെള്ളമാണ് ഇതല്ലേ. ആദ്യമായിട്ട് വെക്കുന്നത് നടക്കുമോ നോക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ വേറെ വെച്ചിട്ടുണ്ടല്ലോ, കരിയാണെങ്കിൽ വെള്ളം വീണം കൊണ്ട് കരിച്ചിട്ടല്ലെങ്കിൽ കുറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? പുതിയ കണ്ടുപിടുത്താണോ? നല്ല എൻ്റെ ബുദ്ധിപരമായി നിൽക്കാം. എത്ര മിനിറ്റ് വെക്കണം? വേഗം പറയാം. എവിടെ നോക്കി പഠിച്ചതാണ് റെസിപ്പി? ഇങ്ങനെ നമ്മളൊരു ഐഡിയ ചെയ്യുമല്ലേ. നമ്മൾ പണ്ട് ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നുണ്ടല്ലോ, അവിടുത്തെ ബാംഗ്ലൂർ ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ നമ്മുടെ വെറ്റ് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ കിട്ടുമായിരുന്നു സൂപ്പർ ഹൽവ. എൻ്റെ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പല സ്ഥലത്തും ക്യാരറ്റ് ഹൽവ കഴിച്ചെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ബാക്കി അവിടെ ഉള്ള എന്ത് ഗുണമാണെങ്കിലും, പക്ഷേ ക്യാരറ്റ് ഹൽവേൻ്റെ അത്ര സൂപ്പർ. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായുന്നുണ്ട്. അത് ഉദ്ദേശിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഹൽവായി ആയി മാറും. ഹൽവായി സൂപ്പർ അതിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുക. ഒന്നുകൂടെ സ്മെല്ല് നോക്കാവോ? സ്മെല്ലുണ്ട്, കരിഞ്ഞ പോലെ സ്മെല്ലുണ്ട്, പക്ഷെ കരിഞ്ഞിട്ടില്ല. ക്യാറ്റിൻ്റെ വെള്ളം കുറച്ച് ഇറങ്ങണം. അന്നേരം നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാറ്റ് നല്ലോണം അടിഞ്ഞായിട്ടുള്ള ലെവലിലാണ് നമ്മൾ ആക്കാൻ നോക്കുന്നത്. അപ്പം കുറച്ച് വേവിക്കണം, അങ്ങനെ കുറച്ച് അടിഞ്ഞിരിക്കണം. സെൻട്രൽ അങ്ങനെയായിരുന്നു. ബാക്കിയുള്ളിടത്തല്ല ഞങ്ങൾക്ക് ക്യാറ്റ് പച്ചക്ക് വയ്ക്കുന്നുണ്ട്, പക്ഷെ അതൊരു സുഖമായിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ അടിച്ചെടുക്കുന്ന രീതിയിൽ അടിച്ചെടുക്കുന്ന മീൻസ് വെന്ത് എന്താ പറയുന്നത്, വെന്ത് പോകുന്ന കിട്ടും. ഇൻഡക്ഷനിലൊക്കെയാണ് കുക്ക് ചെയ്തെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ 1000 എന്നുള്ള ഹീറ്റായിരിക്കും കറക്റ്റ്. കാരണം അത് ഓവറായിട്ട് ആവുന്നില്ല, പക്ഷേ നമുക്ക് ആവുന്നുണ്ട് കേട്ടോ. കേട്ടില്ലേ? അങ്ങോട്ട് സൂം ചെയ്ത് കൊടുത്ത് ക്യാറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇതാണ് ക്യാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ പാൽ വെച്ച് കൊടുത്തില്ലേ, നമ്മളിപ്പം ക്യാറ്റ് തോരനായി പോകും. അതുകൊണ്ട് ഇവിടെ നമുക്ക് പാല് കുറച്ച് നല്ല നെയ്യ് ഉണ്ടാവും. നമുക്ക് കേരളത്തിൽ കിട്ടത്തില്ല, അത് കൂടെ പറഞ്ഞു കൊടുക്കുക. അമൽ ഗോൾഡ് കിട്ടിയില്ലെങ്കിലും കിട്ടും. ഫാറ്റ് ഉള്ള ഒരു ഇതാണ്. ഇത് ജമ്മു പ്രൊഡക്റ്റ് ആണ്. ഇത് ജമ്മു ആയതുകൊണ്ട് ഇവിടെ ഈ സംഭവം. ഓക്കെ, നമ്മൾ പാൽ വെച്ച് കൊടുക്കും. കുറച്ച് പാൽ വെച്ചിട്ട് വേവിക്കാനുള്ള പാനാണ്. അപ്പം കുറച്ച് പാൽ ഒഴിച്ചു നമുക്കിങ്ങനെ എടുത്ത് തട്ടിപ്പൊത്തി വെക്കാൻ പറയും. എൻ്റെ അമ്മ പറയുന്നത് തട്ടിപ്പൊത്തി വെക്കണം, അടിച്ചു വെക്കാതെ. ഇത് കണ്ണൂർ ഏതല്ലോ പട്ടിക്കാടുള്ള ലാംഗ്വേജ് ആണ്. Yes, we are Pattikadans, but we are not beggars. That's my mummy's language. തട്ടിക്കുട്ടി വെക്കാൻ പറയാം മമ്മി. ഇങ്ങനെ തട്ടിക്കുട്ടി വെച്ചിട്ട് ഇതെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും? അയ്യോ, അപ്പോൾ നമ്മളൊരു കാര്യം മറന്നുപോയി. പഞ്ചസാര ഇടണം. പഞ്ചസാര എടുത്തിരു. ഹലോ, ഗുഡ് ഈവനിങ്. ഉറക്കെ കഴിഞ്ഞോ? ഇഷ, ഗുഡ് ഈവനിങ് പറയും. വന്നിട്ട് ഹായ് ഗുഡ് ഈവനിങ് പറയും. ഹായ് ഷെഫ്. ചീനി മീൻസ് പഞ്ചസാര. പഞ്ചസാര വേണം. പഞ്ചസാര എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊണ്ട് നമ്മൾ മധുരപ്രിയരായതുകൊണ്ട് കുറച്ച് പഞ്ചസാര കഴിഞ്ഞ് നിൽക്കുന്നു. ഇച്ചിരി മതിയാവായിരിക്കും. ക്യാരറ്റിനൊരു മധുരം ഉണ്ടാവുമല്ലോ അല്ലേ?
അല്ല ഇതാവും. ചേട്ടന് നോക്കാം നമുക്ക് പിന്നെ പിന്നീട് വേണമെങ്കിൽ എങ്ങനെ ചേർക്കാമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ചേർക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവോ. എന്തെങ്കിലുമൊക്കെ ആവണം. പഞ്ചസാര കുറവാണെങ്കിൽ നമ്മൾ പഞ്ചസാര വെച്ചിട്ട് എന്തെങ്കിലും തേടി ചെയ്യും. ഏത് അപ്പം നമ്മൾ പഞ്ചസാര എങ്ങനെ മിക്സ് 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 Colour മിക്സ് ഇടണോ? മിക്സ് മിക്സ് നോ കളർ. ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ കളറുള്ള നാച്ചുറൽ. ഇത് ക്യാരറ്റ്, നമ്മുടെ നാടൻ ക്യാരറ്റ്, നമ്മുടെ കഥകളിലെല്ലാം ഉള്ള മഞ്ഞ ക്യാരറ്റ്. മറ്റേ ഇതിലേക്ക് പഞ്ചസാര അതിന് കുറവാണല്ലേ? കുറച്ച് വേണം. അത് നമ്മുടെ റാലിക്കെല്ലാം കഴിക്കുന്ന ക്യാരറ്റ്. ആ ക്യാരറ്റാണ് ക്യാരറ്റ്, നോട്ട് ക്യാരക്ടർ. ഇറ്റ്സ് ക്യാരറ്റ്. ഉഷാ ഓക്കെ 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 നമ്മളൊക്കെ എന്ത് ചെയ്യട്ടെ? കുറച്ച് പാൽ വെച്ചിട്ട് വരും അല്ലേ? വരുമോ? ഒന്നുകൂടി ഒന്ന് ആ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പറ്റിയിട്ട് ഇനി ക്യാരറ്റിലോട്ട് പാൽ വീണ്ടും വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വിടാം. തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. തട്ടിപ്പൊത്തിട്ടാണ് ഇങ്ങനെ വെക്കാം. അപ്പോൾ വേറെ എളുപ്പമാണ്. ഓക്കെ ബൂം പാം. മറ്റേ പുള്ളി ഡ്രൈവറാണ് ബൂം പാം. അന്നൂറ് വെച്ചാൽ എടുക്കുന്നുണ്ടല്ലോ. ഹായ് ഇഷാനി. നമ്മൾ സന്തോഷത്തോടെ വെച്ച് നാട്ടുകാർ പിടിക്കും. ഓ അത് ക്രഷറിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ പോരായിരുന്നോ? ക്രഷർ ഇവിടെ അടുത്തൊന്നുമില്ല. നാട്ടിൽ പോകണം ക്രഷർ. അതുകൊണ്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തതാണ്. ക്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം ഒന്ന് ക്രഷറിലിട്ട് ക്രഷ് ചെയ്താൽ കച്ചുകൊണ്ട് പരിപ്പ് നമ്മളതിൻ്റെ അടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നോട്ട് ദ പോയിന്റ്. ക്രഷർ ഇവിടെ ഇല്ലാത്തതാണ്. എൻ്റെ ശ്രീമതിന് ക്രഷർ ഇവിടെ ഇല്ല കേട്ടോ. നീ ഓറാക്കണ്ട. ശ്രീമതി പറഞ്ഞ ക്രഷർ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ക്രഷർ. ഇഷാനി സനീഷ് ക്യൂറായി ബേട്ടാ. ആ പിന്നെ ഇതാ ഒരു 2-3 കഷ്ണം മുന്തിരിങ്ങ ഉണ്ടായിരുന്നു ഇവിടെ മിച്ചം വന്നാണേ. അപ്പോൾ അടുത്തിട്ട് ഗുലുഗുല ഗുലുഗുല ഗുലുഗുല. മുന്തിരി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വേണ്ട മതി. ഓരോ മുന്തിരി പുളിയല്ല. അപ്പം മുന്തിരി സുഖം ഉണ്ടാവും. സാറിനെ അന്ന് കഴിച്ചതിൻ്റെ അത്ര മുന്തിരി ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആഡോണം ഓപ്ഷൻ. അതിങ്ങനെ അമർത്തല്ലേ ടേസ്റ്റ് മാറുന്നു. ടേസ്റ്റ് മാറില്ല. ടേസ്റ്റ് ഇത് വെന്ത് കണോണ വെന്താവണ്ടേ? ഓക്കെ നമ്മൾ വേവിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി പാലാണ് ചെയ്തത്. നമ്മൾ ടെമ്പറേച്ചർ കൂടെ വെച്ചിട്ടുണ്ട്. ചൂടാവുകയും വേണം, വേവുകയും വേണം. അതിനുവേണ്ടി നമ്മൾ അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി. ഓക്കെ ഇതാണ് ലാസ്റ്റ് അതിൻ്റെ ഫിനിഷിങ് ലുക്ക്. ഇനി മണ്ടയ്ക്ക് വേണം ഡെക്കറേറ്റ് ചെയ്യണ കശുവണ്ടി പരിപ്പ് ഇടാം. ഓൾറെഡി നമ്മൾ ഇട്ടായിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഇത് മാത്രമായിട്ട് ഒന്ന് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. കഴിച്ച് നോക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് പറയും. ഓക്കെ ഇച്ചിരി നെയ്യിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് ഇച്ചിരി വരുമായിരിക്കും. നമുക്കൊരു തൊട്ടാൻ പറ്റില്ല. ഏത് നെയ്യാണ് യൂസ് ചെയ്യുന്നത്? നോവയുടെ നെയ്യാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള നോവ നെയ്യ് നമ്മൾ കുറച്ച് മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല. ഇച്ചിരി കട്ടി എടുത്തത് അതുകൊണ്ട് ഒരു സ്പൂൺ ഉണ്ടായിരുന്നല്ലോ. നല്ലോണം ഉണ്ടല്ലോ. നമ്മൾ ഇത്രയൊക്കെ മതിയാവും. ഒഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ ഓടിച്ച് കൊടുക്കണം കാലത്തോളും. ഇച്ചിരി കട്ടിയാണ്. തണുപ്പ് തുടങ്ങിയതിൻ്റെ ഭാഗമാണ്. ഓക്കെ ബസ് മുട്ടയിലാവുന്നുണ്ട്. അത് തിരിച്ചിരിക്കുമല്ലേ? ആ നമ്മൾ അവിടെ എല്ലാം തൂത്ത് കൊടുക്കും. ഓക്കെ 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 ക്യാറ്റ് കൊണ്ടുള്ള ഹൽവ ഉണ്ടാക്കും. കോഴിക്കോട് ഹൽവ നമ്മുടെ നാട്ടിലുള്ള സെറ്റപ്പ് ഹൽവകൾ നിന്ന് നമ്മൾ ഈ ക്യാറ്റ് ഹൽവ എല്ലാം എന്ത് ക്യാറ്റ് അപ്പോൾ എല്ലാവരും മസ്റ്റായി. ഞാൻ പറയൂല. അത് കഴിച്ചു നോക്കിയാൽ ഈശി പറയും മസ്റ്റായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബൈ.